ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം അമേരിക്കയുടെ അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി പല രാജ്യങ്ങൾക്കുമേൽ ട്രംപ് ഇറക്കുമതി തീരുവകൾ ചുമത്തി. എന്നാൽ US ട്രേഡ് കോർട്ട് ഈ താരിഫുകൾ റദ്ദാക്കിയിരിക്കുകയാണ്. ഇതിനെതിരെ ട്രംപ് ഭരണകൂടം രംഗത്ത് വന്നിട്ടുണ്ട്. ട്രംപിന്റെ വ്യാപാര നയം തുടരുമെന്നും മറ്റു വഴികൾ തേടുമെന്നും വൈറ്റ് ഹൗസ് അറിയിച്ചിരിക്കുകയാണ്. ട്രംപിന്റെ UAE കരാറിനെ ചൊല്ലി US ഹൗസിൽ വലിയ പൊട്ടിത്തെറിയുണ്ടായി. പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ലംഘിച്ചു എന്ന് റൂബിയോ ആരോപിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ട്രംപിന്റെ വ്യാപാര അജണ്ടയ്ക്ക് കനത്ത തിരിച്ചടിയാണ് കോടതിയുടെ ഈ വിധി. ജനുവരിയിൽ തിരിച്ചെത്തിയ ശേഷം ട്രംപ് അമേരിക്കയുടെ അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങൾ ഉടച്ചുവാർക്കാൻ ശ്രമിക്കുകയാണ്. മറ്റു രാജ്യങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കാൻ താരിഫുകൾ ഒരു ആയുധമായി ഉപയോഗിച്ചു. എന്നാൽ ഈ താരിഫുകൾ സ്ഥിരമായി നടപ്പാക്കാത്തതുകൊണ്ട് കച്ചവട രംഗത്ത് പ്രശ്നങ്ങളുണ്ടായി. പല സാധനങ്ങളും കിട്ടാനില്ലാത്ത അവസ്ഥ വന്നു. ഇന്ത്യയും ചൈനയുമൊക്കെ ഇനി താരിഫ് ചർച്ചകൾക്ക് വരുമോ എന്ന് കണ്ടറിയണം. ട്രംപിന് നിയമപരമായ അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ട്രേഡിലെ 3 ജഡ്ജിമാരുടെ പാനൽ ട്രംപിന്റെ പല താരിഫുകളും റദ്ദാക്കി. ഇത് ട്രംപിന് വലിയ തിരിച്ചടിയായി. എന്നാൽ ഈ കോടതി വിധി തികച്ചും തെറ്റാണ് എന്ന് ട്രംപ് ഭരണകൂടം സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചു. ഈ വിധി നിലനിൽക്കില്ലെന്നാണ് അധികാരികൾ വിശ്വസിക്കുന്നത്. ഈ താരിഫുകൾ പിൻവലിക്കാൻ കോടതി 10 ദിവസത്തെ സമയമാണ് ട്രംപ് ഭരണകൂടത്തിന് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ ട്രംപ് ഭരണകൂടം അപ്പീൽ നൽകിയിരിക്കുകയാണ്. ഒന്നും മാറിയിട്ടില്ലെന്നാണ് ട്രംപിന്റെ വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാറോ ബ്ലൂംബർഗ് ടെലിവിഷനോട് പറഞ്ഞത്. ഇതൊന്നും സർക്കാരിനെ അത്ഭുതപ്പെടുത്തിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രംപിന്റെ പ്രധാന താരിഫ് നടപടികൾ നിർത്തിവെച്ച US ട്രേഡ് കോടതിയുടെ വിധിയിൽ ട്രംപ് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥർക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഈ വിധിക്കെതിരെ അപ്പീൽ പോകാൻ സാധിക്കുമെന്നും അവർ കരുതുന്നു. ഈ സമയത്ത് നടപ്പാക്കാൻ മറ്റു നിയമപരമായ വഴികളുണ്ടെന്നും അവർ പറയുന്നു. അതായത് ട്രംപിന്റെ വ്യാപാര നയങ്ങൾ തൽക്കാലം അവസാനിക്കുന്നില്ല. അവർ മറ്റു വഴികൾ തേടിക്കൊണ്ടേയിരിക്കുകയാണെന്ന് സാരം. കോടതി എന്താണ് ചൂണ്ടിക്കാട്ടിയത് എന്ന് നോക്കാം. 1977 ഒരു നിയമം ഉപയോഗിച്ച് ട്രംപ് വ്യാപകമായ ഇറക്കുമതി തീരുവകൾ ചുമത്തിയത് ശരിയല്ലെന്നാണ് കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് കണ്ടെത്തിയിരിക്കുന്നത്. മറ്റ് രാജ്യങ്ങളുമായുള്ള വ്യാപാരം നിയന്ത്രിക്കാൻ കോൺഗ്രസിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് കോടതി വ്യക്തമാക്കി. ഒരു രാജ്യത്തിന്റെ കച്ചവടത്തിലെ കുറവ് ദേശീയ അത്യാഹിതമായി പ്രഖ്യാപിച്ച് പ്രസിഡന്റിന് ഇത് മറികടക്കാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു. ട്രംപിന്റെ തീരുവകൾ പെട്ടെന്നുള്ള ഒരു അത്യാഹിതത്തിനുള്ള പ്രതികരണമായിരുന്നില്ല. കാരണം US-ന്റെ വ്യാപാരത്തിലെ കുറവ് പതിറ്റാണ്ടുകളായി നിലവിലുണ്ട് എന്നും ജഡ്ജിമാർ ചൂണ്ടിക്കാട്ടി. കേസ് കൂടുതൽ കോടതി നടപടിയിലേക്ക് നീങ്ങാനാണ് സാധ്യത. ഒരുപക്ഷെ US സുപ്രീം കോടതിയിൽ എത്താനും സാധ്യതയുണ്ട്. ഇപ്പോൾ തീരുവകൾ നിലവിലുണ്ട്. പക്ഷേ ഒരു അന്തിമ തീരുമാനം വരുന്നതുവരെ ബിസിനസ്സുകൾക്കും US-ലെ വ്യാപാര പങ്കാളികൾക്കും ആശങ്കയുണ്ടെന്നാണ് റിപ്പോർട്ട്. നിലവിലെ രീതി തടഞ്ഞാൽ മറ്റൊരു നിയമം ഉപയോഗിച്ച് തീരുവകൾ ചുമത്താൻ ട്രംപ് ഭരണകൂടം ആലോചിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ട്രംപിന്റെ നടപടികൾക്കെതിരെയുള്ള കോടതി നടപടി പ്രാധാന്യം അർഹിക്കുന്നതെന്ന് നോക്കാം. ട്രംപിന്റെ തീരുവകൾ ആഗോള വ്യാപാരത്തെ തടസ്സപ്പെടുത്തി. ഇത് സാമ്പത്തിക വിപണികളെ ബാധിച്ചു. ചില US ബിസിനസ്സുകൾക്കും ഉപഭോക്താക്കൾക്കും ചിലവ് കൂട്ടി. ട്രംപിന് തനിച്ച് വ്യാപാരത്തിൽ തീരുമാനമെടുക്കാനുള്ള കഴിവിനെ കോടതിയുടെ തീരുമാനം ചോദ്യം ചെയ്യുന്നുണ്ട്. വ്യാപാര നയങ്ങൾ രൂപീകരിക്കുന്നതിൽ കോൺഗ്രസിന്റെ പങ്കിനെ ഇത് ശക്തിപ്പെടുത്തുന്നു. ഈ കേസിന്റെ ഫലം കോൺഗ്രസ് ഇല്ലാതെ ഭാവിയിൽ ഒരു പ്രസിഡന്റിന് വ്യാപാര നിയമങ്ങൾ മാറ്റാൻ എത്രത്തോളം അധികാരമുണ്ടാകുമെന്നതിനെ സ്വാധീനിക്കും. ചുരുക്കത്തിൽ പ്രസിഡന്റ് ട്രംപിന്റെ വലിയ തീരുവകൾ ചുമത്താനുള്ള അധികാരം ഒരു US കോടതി തടഞ്ഞു. എന്നാൽ ഭരണകൂടം ഇതിനെതിരെ പോരാടുകയാണ്. തൽക്കാലം തീരുവകൾ നിലനിൽക്കും. ഈ നിയമ പോരാട്ടം US-ന്റെ വ്യാപാര നയത്തെയും പ്രസിഡന്റിന്റെ അധികാരങ്ങളെയും വലിയ രീതിയിൽ ബാധിക്കും.